ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിൽ ആലാപനം കൊണ്ട് വിസ്മയം തീർക്കുന്ന പാട്ടുകാരിയായിരുന്നു ദേവനന്ദ. വേറിട്ട മനോഹരമായ ശബ്ദത്തിനുടമയായ ഈ കൊച്ചു ഗായികയ്ക്ക് വലിയ പ്രശംസയായിരുന്നു പലപ്പോഴും വേദിയിലെ ജഡ്ജസും നൽകിയിട്ടുള്ളത്. കെ.എസ്. ചിത്രയുടെ അവസ്മരണീയമായ ഗാനങ്ങൾ വേദിയിൽ സ്ഥിരമായി പാടാറുള്ള ദേവനന്ദ ആ ഗാനങ്ങളിലൂടെയാണ് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം നേടിയത്. എം.എസ്. സുബു എന്നായിരുന്നു ദേവനന്ദയുടെ ടോപ്പ് സിംഗറിലെ വിളിപ്പേര്. ഒരുപാട് നല്ല ഓർമ്മകൾ ദേവനന്ദയ്ക്ക് ടോപ്പ് സിംഗർ സമ്മാനിച്ചു. എന്നാൽ ഒരുപാട് വിഷമത്തോടു കൂടിയായിരുന്നു ദേവനന്ദ അന്ന് ടോപ്പ് സിംഗർ വേദിയോട് വിട പറഞ്ഞ് ഇറങ്ങിയത്. അവസാന 7 മത്സരാർത്ഥികളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ദേവനന്ദ ഗ്രാൻഡ് ഫിനാലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നറിഞ്ഞപ്പോൾ വളരെയധികം വിഷമത്തിലായി. അതുകൊണ്ട് തന്നെ അവസാനത്തെ ചടങ്ങിൽ ദേവനന്ദ പങ്കെടുത്തില്ല. പിന്നീട് ഇതിനെക്കുറിച്ച് പരാമർശിച്ച് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ദേവനന്ദ തന്നെ ഇങ്ങനെ കുറിച്ചിരുന്നു: അവസാനം വളരെ കഷ്ടപ്പെട്ട് പാടിയ പാട്ടുകളൊക്കെ തന്നെ മനോഹരമായി പാടാൻ കഴിഞ്ഞു. പക്ഷേ ഗ്രാൻഡ് ഫിനാലിലേക്ക് ഇല്ല എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഞെട്ടി. അതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത്. എന്നെ അടുത്തറിയാവുന്നവർ ഒരിക്കലും ഞാനൊരു അഹങ്കാരിയാണെന്ന് പറയുകയില്ല എന്നീ തുടങ്ങിയ തുറന്നു പറച്ചിലുമായി അന്ന് ദേവനന്ദ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. തൻ്റെ തളർച്ചയിൽ പ്രേക്ഷകരെല്ലാവരും തന്നെ ഒപ്പം ഉണ്ടാകണമെന്നും അന്ന് ദേവനന്ദ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ആ തളർച്ചയിൽ നിന്നെല്ലാം ഉയർന്നെഴുന്നേൽക്കുകയാണ് ദേവനന്ദ. സരിഗമപ സി കേരളം വിന്നറായി മാറിയിരിക്കുകയാണ് ദേവനന്ദ കുട്ടി. സരിഗമപ സീസൺ 3യുടെ വിജയകിരീടമാണ് ദേവനന്ദ ചൂടിയിരിക്കുന്നത്. ദേവനന്ദയ്ക്ക് മാത്രമല്ല, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ദേവനന്ദയുടെ ഫാൻസിനും ഇതൊരു അഭിമാന നിമിഷം തന്നെ. ഡിസംബർ 7-നായിരുന്നു സരിഗമപ സീസൺ 3 മലയാളത്തിൻ്റെ വിന്നറിനെ പ്രഖ്യാപിച്ചത്. രഞ്ജിനി ഹരിദാസ് ആണ് ഈ പ്രോഗ്രാമിൻ്റെ അവതാരിക. ജഡ്ജസ് ആയിരുന്നത് സുജാത മോഹൻ, ദീപക് ദേവ്, അൽഫോൺ ജോസഫ് എന്നിവരാണ്. വിജയിയായ ദേവനന്ദ കുട്ടിക്ക് 15 ലക്ഷം രൂപയുടെ സമ്മാനവും ലഭിച്ചു. ഈ വിജയം വലിയൊരു സംഗീതയാത്രയുടെ തുടക്കമാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ദേവനന്ദ കുട്ടിക്ക് അഭിനന്ദനങ്ങൾ.